सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। धोभिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां ददाना हस्तेनैकेन पद्मं सिधमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखा वन्दे वाल्मीकिकोकिलम्। वाल्मीकिर्मुनिसिंहस्य कवितावनचारिणः शृण्वन् रामकथानादं को न याति परां गतिं यः पिबन् सततं रामचरितामृतसागरम्। अतृप्तस्तं मुनिं वन्दे प्राचेतसमकल्मषम् गोष्पदीकृतवारीशं मशकीकृतराक्षसं रामायणमहामाला रत्नं वन्दे अनिलात्मजम्। अञ्जनानन्दनं वीरं जानकीशोकनाशनं कपीशम् अक्षहन्तारं वन्दे लङ्काभयङ्करम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतं नमत राक्षसान्तकम्। हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। വാൽമീകി രാമായണം ദ്വിതീയ സർഗം. ബ്രഹ്മാവ് വാൽമീകിക്ക് രാമകഥ സന്ദർഭമുണ്ടാക്കുകയാണ്. നാരദൻ രാമായണത്തെ ചുരുക്കി ഉപദേശിച്ചതിന് ശേഷം ജഗാമവിഹായസം സ്വർഗത്തിലേക്ക് അപ്രത്യക്ഷമായി ആ രമണീയമായ തമസാ നദീ തീരത്തിൽ തൻ്റെ മാധ്യാഹ്നിക അനുഷ്ഠാനത്തിനായി വാൽമീകി തൻ്റെ ശിഷ്യനോടൊത്ത് ആ പ്രസന്നമായ രമണീയമായ കാനനത്തെയും സന്മനസ്സുള്ള ഒരു മനുഷ്യനെ പോലെ തെളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്രസന്നാംബു ജലാശയം, അതിനെ വളരെയധികം ശാന്തനായിട്ട് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രകൃതി അങ്ങനെയാണ്.
ഇപ്പോൾ തിരുവണ്ണാമലയൊക്കെ പോയാൽ ആ മലയെ നോക്കിക്കൊണ്ടിരിക്കാം. രമണ മഹർഷി ആ മലയെ നോക്കിക്കൊണ്ടിരിക്കും അത്രേ. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ അവരുടെ നേരെ ദൃഷ്ടി വരണില്ല എന്ന് പറഞ്ഞിട്ട് ജനല് ഒരു കർട്ടൻ ഇട്ടൊക്കെ മറച്ചു കളയും. കാരണം ആ ജനൽ വഴിയേ അരുണാചലത്തെ നോക്കാൻ പറ്റും അത്രയും. മണിക്കണക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഗംഗാതീരം, ഒരു ഗംഗയുടെ ഒഴുക്ക് ഒക്കെ നമുക്ക് നോക്കിക്കൊണ്ടേയിരിക്കാൻ പറ്റും. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നും വാസ്തവത്തിൽ നമുക്ക് എത്ര നേരം കാണാം? ഒരു സിനിമ, എത്ര നല്ല സിനിമയാണെങ്കിലും എത്ര ദിവസം കാണും അല്ലേ? ആരെങ്കിലും എഴുതിയ കൃതി, കവിത ഒക്കെയും, ഒരു നാടകം എത്ര നാൾ നമുക്ക് കാണാൻ പറ്റും? പക്ഷേ ഈ മനുഷ്യനിർമ്മിതമല്ലാത്ത ദേവനിർമ്മിതമായിട്ടുള്ള ഈ പ്രകൃതി ഉണ്ടല്ലോ, എത്ര വേണമെങ്കിലും നോക്കിക്കൊണ്ടിരിക്കാം, ബോറടിക്കുകയില്ല. ഭഗവാനെയും രമണ മഹർഷിയെയും പറയണതല്ലേ രമണീയം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ രമണം എന്ന വാക്കിന് നവോ നവോ എന്നർത്ഥം. പുതിയതുപോലെ ഇരിക്കും അത്രേ. മഹർഷിയെ തന്നെ ആൾക്കാര് അതേ ഭഗവാൻ തന്നെയാണ് ഇരിക്കണത് അല്ലേ? ഒന്നും മിണ്ടിയില്ലെങ്കിലും നോക്കിക്കൊണ്ടേയിരിക്കാം. ജ്ഞാനികളെയൊക്കെ നമുക്ക് നോക്കിക്കൊണ്ടേയിരിക്കാം, എത്ര വേണമെങ്കിലും നോക്കിക്കൊണ്ടേയിരിക്കാം അല്ലേ? അത് ബോറടിച്ചു പോവുകയില്ല. കാരണം അത് രമണീയമാണ്, നവം, പുതിയതുപോലെ ഇരിക്കണം. കടലിനെ, മലകളെ ഒക്കെ നമുക്ക് നോക്കിക്കൊണ്ടേയിരിക്കാം, ഒരു പ്രശ്നവുമില്ല. സമയം എത്ര പോണതുപോലെ അറിയില്ല. അങ്ങനെ ആ രമണീയമായ കാനനത്തെ നോക്കിക്കണ്ടുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് ക്രൗഞ്ചപ്പക്ഷികൾ അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി. മൈഥുനം. ആ മൈഥുനത്തിൻ്റെ ഇടയിൽ ആ കിളികളൊക്കെ എത്ര സന്തോഷിക്കണോ അതുപോലെ ഈ മുനിയുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞ് കവിയണ സമയത്ത് ഒരു നിഷാദൻ, ഒരു വേട്ടക്കാരനാൽ ആൺപക്ഷിക്ക് അമ്പ് ഏറ്റു. പെടഞ്ഞ് ചോരയിൽ മുങ്ങിക്കിടന്ന് കരയണ ആൺപക്ഷിയെ കണ്ടിട്ട് പെൺപക്ഷി ഉണ്ടല്ലോ വളരെയധികം വിഷമം വന്നു. ആ കാമമോഹിതനായിട്ടുള്ള ആൺപക്ഷി തൻ്റെ മുമ്പിൽ വന്ന് പെടഞ്ഞ് മരിക്കണത് കണ്ട് എത്രമാത്രം ആ പക്ഷി വിഷമിച്ചോ അതുപോലെ ആ മുനിയുടെ ഹൃദയവും ഒരേ അടിക്ക് പ്രസന്നമായിരുന്ന മുനി ഒരേ അടിക്ക് ശോകാകുലനായി മാറി. ശോകം വന്നുപോയി. ആ ശോകത്തിനോടൊപ്പം തന്നെ ആ കിളി എന്താണോ പറയേണ്ടത് അല്ലെ, കിളിക്ക് പറയാൻ പറ്റില്ല. ആ കിളിക്ക് ഷീ കാണ്ട് എക്സ്പ്രസ് ത്രൂ വേർഡ്സ്. ആ കിളിയുടെ ഹൃദയത്തിൽ നിന്നും വരണതായിട്ടുള്ള ശ്ലോകം വാത്മീകിയുടെ ഹൃദയത്തിൽ നിന്ന് വന്നു അത്രേ. മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമഃ ശാശ്വതീ സമാഃ യത്ക്രൗഞ്ചമിഥുനാദേകം അവധീഃ കാമമോഹിതം. മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമഃ ശാശ്വതീ സമാഃ യത്ക്രൗഞ്ചമിഥുനാദേകം അവധീഹി കാമമോഹിതം. ആദ്യമായിട്ട് വേദത്തിൽ നിന്ന് അന്യമായിട്ട് ഒരു ശ്ലോകം, ഒരു സാൻസ്ക്രിറ്റ് ശ്ലോകം വന്നിരിക്കുന്നു. ആ കിളിയുടെ ഉള്ളിലെ എന്ത് വികാരമാണോ ആ വികാരം വാത്മീകിയാകുന്ന കിളിയിൽ നിന്നും പാടപ്പെട്ടു അത്രേ. അന്യമായിട്ടൊരു ശ്ലോകം വേദം പോലെ കണ്ടു. ഒരേ സമയത്ത് ശോകം വന്നു, അതേ സമയത്ത് ഹൃദയത്തില് ഇതെവിടെന്നാ ഇത് വന്നത് എന്ന് ആലോചിക്കുകയാണ് വാത്മീകി. തസ്യേത്തം ബ്രൂവതശ്ചിന്താ ബഭൂവ ഹൃദി വീക്ഷിതഃ. ഹൃദയത്തിൽ വീക്ഷിക്കുകയാണ്. എവിടെന്നാ ഈ ശ്ലോകം വന്നിരിക്കുന്നത്? ശോകാർത്തേനാസ്യ ശകുനേ കിമിദം വ്യാഹൃതം മയാ. ഇത് എവിടെന്നാ വന്നിരിക്കുന്നത്? എവിടെന്നാ പ്രവഹിച്ചിരിക്കുന്നത്? എന്താ ആ ശ്ലോകം എന്ന് പറഞ്ഞത്? ആ കിളി പറയാണ്, മാ നിഷാദ, ഹേ നിഷാദ, വേട്ടക്കാരാ, മാ പ്രതിഷ്ഠാം ത്വം, നീ നിത്യമായ ശാശ്വതമായ സ്ഥിതി ഒരു കാലത്തും പ്രതിഷ്ഠയാവില്ല. മനസ്സിന് നിനക്ക് സമാധാനമേ ഉണ്ടാവില്ല. നീ എന്തിനു വേണ്ടിയാണോ ഇപ്പൊ വേട്ടയാടിയത് അത് നിനക്ക് ഒരു കാലത്തും ശാശ്വതമായ പരിഹാരത്തെ തരില്ല. അഘമശാശ്വതീ സമാഹ, നീ ശാശ്വതമായ ഒരു മേഖല നീ അടയേയില്ല.
യു വിൽ നോട്ട് അറ്റൈൻ ദാറ്റ് പ്ലേസ് വേർ ദർ ഈസ് പീസ്. സമാധാനം നിനക്ക് ഉണ്ടാവുകയില്ല. യത് ക്രൗഞ്ചമിഥുനാതേകം. എന്തുകൊണ്ടാ എന്ന് വെച്ചാൽ ആ ക്രൗഞ്ചമിഥുനത്തിനെ, അല്ലേ, ആ പക്ഷിയെ നീ അമ്പ് ചെയ്ത് വധിച്ചു. അവധി കാമമോഹിതം. വളരെയധികം കാമമോഹിതനായിട്ടുള്ള ആ പക്ഷിയെ നീ വധം ചെയ്തു. അതുകൊണ്ട് നീ ഒരു കാലത്തും ശാശ്വതമായ പദത്തിലെത്തേയില്ല. നോക്കൂ, ഈ ശ്ലോകം എങ്ങനെയാ വന്നത്? ഒരു മുനി പറയാണ്, ഒരു ശാപവാക്ക് പോലെ. ആചാര്യന്മാരൊക്കെ ഇതിനെ വർണ്ണിക്കണതെന്ന് വച്ചാൽ മാ എന്ന വാക്കിന് മഹാവിഷ്ണു പത്നിയായിട്ടുള്ള ലക്ഷ്മി എന്നർത്ഥം. ആ ലക്ഷ്മിയെ അപഹരിച്ചു കൊണ്ടുപോയി, നീ കാമമോഹിച്ച് അപഹരിച്ചു കൊണ്ടുപോയ രാവണ, യത് ക്രൗഞ്ചമിഥുനാത്. ഏതാന്ന് വെച്ചാൽ ആ ക്രൗഞ്ചമിഥുനം ആരാന്ന് വെച്ചാൽ കാമം മോഹിച്ചു വന്ന ആ രാക്ഷസൻ. ആ രാക്ഷസനെ നീ വധിച്ചിട്ട്, മഹാവിഷ്ണുവാൽ വധം ചെയ്തിട്ട്, ആ സീതയാകുന്ന മഹാലക്ഷ്മിയെ നീ ശാശ്വതമായ പദവിയിൽ എത്തി പ്രതിഷ്ഠയാവും എന്നും ഒരർത്ഥം അതിൻ്റെ ഉള്ളില്. ഇത് ഉള്ളില് ഹൃദയത്തില് വീക്ഷിച്ചു നോക്കുമ്പോൾ, ഹൃദിവീക്ഷിത, ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇത് എവിടെന്നാ ഈ ശ്ലോകം വന്നിരിക്കുന്നത്? എങ്ങനെ ഇത് വന്നു? ചിന്തയൻ സമഹാപ്രാജ്ഞഃ ചകാരമതിമാൻമതിം ശിഷ്യം ചൈവാബ്രവീദ് വാക്യം ഇദം സമുനി പുങ്കവഃ. ഇത് വീണ്ടും 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 ഉള്ളിലിട്ട് മനനം ചെയ്ത് ശിഷ്യനോട് ഇങ്ങനെ പറയാണ്. പാദബദ്ധോ അക്ഷരസമഃ തന്ത്രീലയ സമന്വിതഃ ശോകാർത്തസ്യ പ്രവൃത്തോ മേ ശ്ലോകോ ഭവതു നാന്യഥാ. ഓരോ പദത്തിലും 8 അക്ഷരം വച്ച് ആ പദമെല്ലാം പെർഫെക്റ്റ് ആയിട്ട്, തന്ത്രീലയ സമന്വിത, പിന്നാലെ ആ ശ്രുതി. എന്താ അതെന്ന് വെച്ചാൽ പിന്നാലെ പോണ ആ വേദവാക്യം, വേദം പോലെ, അല്ലേ, ആ ശ്രുതി തെറ്റാതെ, ആ വരികൾ തെറ്റാതെ, ആ മീറ്റർ തെറ്റാതെ, തന്ത്രീലയ സമന്വിത. ഇത് ഒരു ശ്ലോകമായി തന്നെ ഭവിക്കട്ടെ, അല്ലാതെ അതൊരു ശാപവാക്കായി മാറരുത്. ഇതാണ് മുനിയുടെ ഹൃദയം. ഒരു ജ്ഞാനിയുടെ ഹൃദയം അങ്ങനെയാണ്. ഉള്ളില് സർവഭൂതാന്തരാത്മാ, സർവഭൂതത്തിൻ്റെയും അന്തരാത്മാവായിട്ട് പ്രതിധ്വനിച്ചിരിക്കുന്ന ഈ ഒരു മുനിയുണ്ടല്ലോ, ആർക്കും ദോഷം വരരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകാ സമസ്താഹ സുഖിനോ ഭവന്തു. എല്ലാവരും സുഖമായിട്ടിരിക്കണം. അതുകൊണ്ട് ഒരു ശ്ലോകത്തിൽ എനിക്ക് വന്ന ഈ ശ്ലോകം ഉണ്ടല്ലോ, അത് ശ്ലോകമായിട്ട് മാത്രം ഇരിക്കട്ടെ, അത് ശാപമായി വരാതിരിക്കട്ടെ എന്ന് തൻ്റെ ശിഷ്യന്റെ അടുത്ത് പറഞ്ഞു അത്രേ. അതെങ്ങനെ ഇരിക്കണു? വളരെയധികം പെർഫെക്റ്റ് ആയിട്ട്, അക്ഷരം കുറയാതെ, നല്ല മീറ്ററോടുകൂടി, ഛന്തസ്സോടുകൂടി, കറക്റ്റ് പദത്തോടുകൂടി, നല്ല വൃത്തം, അല്ലേ? അപ്പൊ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതാന്ന് വിചാരിച്ച ഒന്നും നടക്കണില്ല. എന്തൊക്കെയോ പഴയതിനെ നോക്കി എഴുതണം. വാത്മീകി പോലെ പെർഫെക്റ്റ് ആരുമില്ല. അതുകൊണ്ടാണ് പലരും പറഞ്ഞിരിക്കുന്നത് വാത്മീകിയെ നമ്മൾ അനുകരിക്കണു, അത്രയേ ഉള്ളൂ. കാരണം വേദം പോലെ പെർഫെക്റ്റ്ലി ഹി റോട്ട് രാമായണം. സംസ്കൃതത്തിൽ വേറെ ശ്ലോകമേ വേണ്ട, വേറൊരു രാമായണമേ ആവശ്യമേ ഇല്ല. കാരണം ഇത് പെർഫെക്റ്റ് ആണ്, ഇത് പറയേണ്ടത് പറയാണ്, വളരെ സിമ്പിളാണ്, സരളമാണ്. മീറ്റർ എല്ലാം കറക്റ്റായിട്ട് വന്നൊരു കാവ്യം. അതെങ്ങനെ വന്നു? ഒരു ശ്ലോകത്തിൽ നിന്നും ഭവിച്ചു അത്രയും. നോക്കൂ, രാമായണം തന്നെ ഉണ്ടാവാൻ കാരണമായത് ഈ ശ്ലോകമാണെന്നാണ്. ഈ ശ്ലോകത്തിനെ ബേസ് ചെയ്താണ് രാമായണമേ വരണത്. നമുക്കിനി കാണാം അങ്ങോട്ട്. അല്ലേ, അവരൊരു ഇന്റൻഷനോടുകൂടിയല്ല എഴുതിയിരിക്കണത്, അല്ലേ? ഞാൻ ഒരു ശ്ലോകം എഴുതണം എന്ന് പറഞ്ഞിട്ടല്ല. അങ്ങനെ ഇരുന്നാൽ എഴുതാനേ പറ്റില്ല. ഉള്ളിലങ്ങോട്ട് പ്രവഹിക്കുകയാണ്. ഭഗവാനൊക്കെ അങ്ങനെയാണ്. അക്ഷരവണമാലയൊക്കെ എഴുതുമ്പോൾ പലരും വന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷേ അത് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പ്രവഹിച്ചു അത്രേ. എന്നിട്ട് ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം എന്താ? നോക്കൂ, ഒരു മുനിയുടെ ഉള്ളിൽ നിന്ന് വന്ന
ഒരു ശ്ലോകം അതിൻ്റെ അർത്ഥത്തെ മുനി ഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ? ഉള്ളിൽ മനനം ചെയ്ത് എവിടെ നിന്ന് വന്നു, എന്താ ഇതിൻ്റെ അർത്ഥം, എന്താ ഇതിൻ്റെ പൊരുള്? വീണ്ടും സംശയം അല്ലേ? രമണ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ ഇതെല്ലാം വേദം മാതിരി ഇருக்கு ഭഗവാനെ, கொஞ்சம் அர்த்தம் சொல்லி கொடுக்குமா, அக்ஷரமணமாலை கொஞ்சம் அர்த்தம் சொல்லி கொடுக்குமான்னு. அந்த அர்த்தம் சொல்லணும்னா உங்களை மாதிரி எனக்கும் മനസ്സാല ഇത് മനനം പണി എല്ലാം എടുക്കണം. ഇത് അപ്പടി വന്നതില്ല, ഇത് അപ്പടിയേ പ്രവഹിച്ചത്, ഇത് മനസ്സുകൊണ്ട് എഴുതിയതല്ല. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം പറയണമെങ്കിൽ മനസ്സുകൊണ്ട് അർത്ഥം പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് കണ്ടുപിടിച്ചോളൂ. ഇത് മനസ്സുകൊണ്ട് ഞാൻ വേണം എന്ന് പറഞ്ഞ് വന്നതല്ല, ഇത് പ്രവഹിച്ചതാണ്. ശിഷ്യസ്തു തസ്യ ബ്രുവതോ മുനേർവാക്യമനുത്തമം പ്രതിജഗ്രാഹ സന്തുഷ്ടഃ തസ്യ തുഷ്ടോ ഭവൻ മുനിഃ. ഗുരുവിന്റെ വചനം ഉണ്ടല്ലോ, ഗുരു പറഞ്ഞ ആ ശ്ലോകം കേട്ട മാത്രമേ തന്നെ ഉള്ളില് ശിഷ്യൻ ബൈഹാർട്ടായി കേൾക്കുമ്പോ തന്നെ. ഇപ്പൊ ശങ്കരാചാര്യരുടെ കഥയൊക്കെ പറയുമ്പോൾ തന്നെ ചെറിയ കുട്ടി വേദപാഠശാലയിൽ ഒരു തവണ കേട്ടാൽ അത് ഉള്ളിലെ ഹൃദയത്തിൽ വന്നു അത്രേ. നമ്മളൊക്കെ നോക്കൂ, എത്ര തവണ സത്സംഗം കേൾക്കണു, എത്ര തവണ രാമായണം വായിക്കണു, എത്ര പറഞ്ഞാലും തെറ്റി പറഞ്ഞുകൊണ്ടിരിക്കണു, തെറ്റി വായിച്ചുകൊണ്ടിരിക്കണു അല്ലേ? ഇത് ഒരേ ഒരു ടൈമില് ഒരു ശ്ലോകത്തെ കിട്ടി, ആ ശ്ലോകം ഉള്ളിലെ ഹൃദയത്തിൽ ഇരിക്കണു. കാരണം ശ്രദ്ധ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ. വേറെ ഒരു ചിന്തയില്ല. ഗുരുവിനേക്കാളും കേമനാവണം, ഗുരു പോലെ ആവണം, ഇങ്ങനെ ഒന്നും ചിന്തയില്ല. എന്താണോ ഗുരു പറയണത് അതിനെ ഉള്ളിൽ ഗ്രഹിക്കുക. ഇതാണ് ശിഷ്യന്റെ ഏക ക്വാളിറ്റി വേണ്ടത്. അല്ലാതെ ഗുരുവിനെ പോലെ ഇരിക്കണതൊന്നുമല്ല അല്ലേ, അതുപോലെ ആവണമെന്ന് വിചാരിക്കണമെന്നുമല്ല. ഒന്നും വിചാരിക്കാതെ ഉള്ളില് പ്രകാശിക്കണതുണ്ടല്ലോ, ആ പ്രകാശം തന്നെയാണ് ഗുരുഭക്തി. ഗുരുഭക്തിയില് ശിഷ്യൻ അതിനെ ഫുൾ, ഭരദ്വാജൻ അതിനെ ഫുൾ ബൈഹാർട്ടാക്കി. സോഭിഷേകം തത കൃത്വാ തീർത്ഥേ തസ്മിൻ യഥാവിധി തമേവ ചിന്തയന്നർത്ഥം ഉപാവർത്തത വൈ മുനിഃ. സോഭിഷേകം തത കൃത്വാ തീർത്ഥം തസ്മിൻ യഥാവിധി. യഥാവിധി എല്ലാം സ്നാനമൊക്കെ കഴിഞ്ഞ് തമേവ ചിന്തയെന്നർത്ഥം, അതിൻ്റെ അർത്ഥത്തെ ഉള്ളില് ആ സംഭവത്തെ പറ്റിയേ മനനം ചെയ്തുകൊണ്ട്, ആ ശ്ലോകത്തെ പറ്റിയേ മനനം ചെയ്തുകൊണ്ട് മഹർഷി ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. ഭരദ്വാജസ്തത ശിഷ്യോ വിനീതഃ ശ്രുതവാൻ ഗുരോഃ കലശം പൂർണ്ണമാദായ പൃഷ്ഠതോ അനുജഗാമഃ. ഭരദ്വാജൻ ആ കലശത്തിലെ ജലത്തെ എടുത്തുകൊണ്ട് പിന്നാലെ അങ്ങോട്ട് നടന്നു. സപ്രവിശ്യാശ്രമപദം ശിഷ്യേണ സഹ ധർമ്മവിത് ഉപവിഷ്ട കദാശ്ചാന്യാഃ ചകാര ധ്യാനമസ്ഥിതഃ. ശിഷ്യനോടൊത്ത് ആശ്രമത്തില് പല പല കഥകളും വിചാരങ്ങളും ഒക്കെ ചെയ്യണതിൻ്റെ ഇടയില് ഉള്ളില് മനനം, ആ ശ്ലോകത്തെ മനനം ചെയ്തുകൊണ്ടേയിരുന്നു, ധ്യാനം ചെയ്തുകൊണ്ടേയിരുന്നു അല്ലേ? ഒരു ശ്ലോകം വന്നു, അതിന്റെ അർത്ഥം ധ്യാനം ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കണം. തന്നിൽ നിന്നും വന്നത് തന്നെയാണ്. അതിനെ വിചാരം ചെയ്തുകൊണ്ടിരിക്കണു. അതേ സമയത്ത് അജഗാമ തതോ ബ്രഹ്മ ലോകകർത്താ സ്വയം പ്രഭുഃ ചതുർമുഖോ മഹാതേജ ദ്രഷ്ടും തു മുനിപുംഗവം. ആജഗാമ തതോ ബ്രഹ്മ. അതേ സമയത്ത് ഈ ഉള്ളില് മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ബ്രഹ്മാവ് ആവിർഭവിച്ചു. ലോകകർത്താ സ്വയം പ്രഭുഃ. സ്വയം ആ ബ്രഹ്മാവ്, ലോകകർത്താവായിട്ടുള്ള ബ്രഹ്മാവ് ആവിർഭവിച്ചു. ചതുർമുഖോ മഹാതേജ. മഹാപ്രസന്നമായിട്ടുള്ള പ്രകാശവത്തായിട്ടുള്ള ദൃഷ്ടും തു മുനിപുംഗവം. ആ മുനിപുംഗവൻ കണ്ടു. വാത്മീകീരതം ദൃഷ്ട്വാ സഹസ്രോത്ഥായ വാഗ്യതഃ പ്രാഞ്ജലിഃ പ്രയതോ ഭൂത്വാ തസ്തൗ പരമവിസ്മിതഃ. ബ്രഹ്മാവിനെ കണ്ട ഉടൻ വാൽമീകി എണീറ്റ് കൂപ്പുകൈകളോടുകൂടി അഞ്ജലികളൊക്കെ അർപ്പിച്ച് പാദനമസ്കാരമൊക്കെ ചെയ്ത് പരമസന്തുഷ്ടനായിട്ട് വർത്തിച്ചു.
പൂജയാമാസ തം ദേവം പാദ്യാർഘാസനവന്ദനൈഃ പ്രണമ്യ വിധിവച്ചൈനം പൃഷ്ട്വാ ചൈവാ നിരാമയം. പാദ്യം അർഘ്യം ഒക്കെ വച്ച് ആസനമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തെ നല്ലവണ്ണം പൂജിച്ചു, നമസ്കാരം ചെയ്തു, കുശലാന്വേഷണമൊക്കെ ചെയ്തു. അതോപവിശ്യ ഭഗവാൻ ആസനേ പരമാർച്ചിതേ വാൽമീകയേ ചർഷയേ ദേശാസനം തതഃ. പരമാർച്ചിതനായിട്ടുള്ള ബ്രഹ്മാവ് സർവപൂജയും ഒക്കെ സ്വീകരിച്ചിട്ട് നല്ല ഒരു ആസനത്തിൽ അങ്ങോട്ട് ഇരുന്നിട്ട് വാൽമീകിയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ബ്രഹ്മണാ സമനുജ്ഞാതഃ സോപ്യുപാവിശദാസനേ ഉപവിഷ്ടേ തദാ തസ്മിൻ സാക്ഷാൽ ലോകപിതാമഹേ. തദ്ഗതേനൈവ മനസാ വാത്മീകേർധ്യാനമാസ്ഥിതഃ പാപാത്മനാ കൃതം കഷ്ടം വൈരഗ്രഹണ ബുദ്ധിനാ. യത്താദൃശം ചാരുരവം ക്രൗഞ്ചം ഹന്യാത കാരണാത് ശോചന്നേവ പുനഃ ക്രൗഞ്ചി ഉപശ്ലോകമിമം ജഗൗ. പുനരന്തർഗതമനാ ഭൂത്വാ ശോകപരായണഃ തമുവാച തതോ ബ്രഹ്മ പ്രഹസൻ മുനിപുംഗവം. ആ ബ്രഹ്മാവിനോട് തനിക്കുണ്ടായ അനുഭവത്തെ പറഞ്ഞു കൊടുത്തു, താൻ കണ്ട ദൃഷ്ടിയെ പറഞ്ഞു കൊടുത്തു, താൻ എന്തിനെയാണോ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശ്ലോകത്തെ പറഞ്ഞു കൊടുത്തു. വളരെയധികം ശോക നിരതനായിട്ട് ബ്രഹ്മാവിന്റെ മുമ്പിലിരുന്നു. അപ്പോൾ ആ ബ്രഹ്മാവ് പുഞ്ചിരിച്ചുകൊണ്ട് ഈ മഹാമുനിയുടെ അടുത്ത് പറയാണ്, ശ്ലോകേന ഏവാഹ ത്വയം ബുദ്ധോ നാത്ര കാര്യാ വിചാരണ മച്ഛന്ദാദേന തേ ബ്രഹ്മൻ പ്രവൃത്തേയം സരസ്വതി. അല്ലയോ വാൽമീകി, ഇനിയും ഇതിനെ ഓർത്ത് ചിന്താകുലനാവണ്ട. ഒരിക്കലും ശാപമായി വരും എന്ന് വിചാരിക്കേ വേണ്ട, അതിനോർത്ത് ദുഃഖിക്കണ്ട. അത് വിട്ടുകള, കഴിഞ്ഞത് കഴിഞ്ഞു. അത് ശ്ലോകമായി തന്നെ ഭവിക്കട്ടെ. ആഗ്രഹം, അനുജ്ഞ ഒക്കെ അനുസരിച്ച് തന്നെയാണ് സരസ്വതി തൻ്റെ നാവിൽ വന്നിരിക്കുന്നത്. ആചാര്യന്മാരൊക്കെ എമ്പുരാമായണത്തിൽ വെച്ചിട്ട് ഒരു സന്ദർഭം പറയൂ അത്രേ. എന്താന്ന് വെച്ചാ ബ്രഹ്മാവിന് അവിടെ ഇരിക്കാൻ പറ്റിയില്ല അത്രേ. കാരണം എന്താ? സരസ്വതി തൻ്റെ പത്നി വാൽമീകിയുടെ അടുത്ത് വന്നു അത്രേ. തൻ്റെ പത്നി വാൽമീകിയുടെ അടുത്ത് വന്നതുകൊണ്ട് ബ്രഹ്മാവിന് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് ഉടമ വന്നു അത്രേ. ഇവിടുത്തെ ബ്രഹ്മാവ് പറയാണ്, എൻ്റെ ആജ്ഞപ്രകാരം തന്നെയാണ് പത്നി വന്നിരിക്കുന്നത്, സരസ്വതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, ശോകാകുലനാവണ്ട, അതൊക്കെ മറന്നേക്കൂ. അത് ശ്ലോകമായി ഭവിച്ച് ആ ശ്ലോകത്തെ നീ വിവരിക്കൂ. രാമസ്യ ചരിതം കൃത്സ്നം. മുന്നേ നിനക്ക് രാമനെ പറ്റി പറഞ്ഞു തന്നില്ലേ? ആരാ? നാരദൻ പറഞ്ഞു തന്നു. അതുകൊണ്ട് ആ രാമന്റെ ചരിതം നീ എഴുതൂ. കുരുത്വം ഋഷി സത്തമ ധർമാത്മാനോ ഭഗവതഃ ലോകേ രാമസ്യ ധീമതഃ. അയ്യോ ഋഷി സത്തമ, ധർമാത്മാവും ധീരനുമായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള രാമൻ, ആ രാമന്റെ ചരിതം മുഴുവൻ അങ്ങോട്ട് രചിച്ചാലും എന്ന് പറഞ്ഞു അത്രേ. നോക്കൂ, ഇത് ഒരു ശ്ലോകം. ആ ശ്ലോകം രാമായണത്തിന് കാരണമാണ്. ഇവിടെ നാരദൻ, ബ്രഹ്മാവിന്റെ മാനസപുത്രനായിട്ടുള്ള നാരദൻ രാമകഥയെ ചുരുക്കമായിട്ട് ഉപദേശിച്ചു. അത് ഉപദേശിക്കാൻ ഒരു സന്ദർഭം പ്രകൃതിയിൽ ഉണ്ടായി. ആ സന്ദർഭത്തിൽ വളരെയധികം ദുഃഖിച്ച് ഡൗട്ട്ഫുൾ ആയിട്ടിരുന്ന സമയത്ത്, ആ ഡൗട്ട് വേറൊന്നുമല്ല, നിനക്ക് തെക്ത അനുഭവമോ ഒന്നും വന്നതല്ല, നിന്നെ ശോകത്തിലാക്കാൻ വന്നതല്ല. അത് എൻ്റെ പത്നിയായിട്ടുള്ള സരസ്വതി നിന്റെ നാവിൽ വിളങ്ങിയതാണ്. കാരണം അതൊരു കാരണമാണ്, രാമകഥയ്ക്കൊരു കാരണമാണ്. അതുകൊണ്ട് നീ ആ രാമകഥ രചിച്ചാലും എന്ന് ബ്രഹ്മാവ് ഉറപ്പിച്ച് പറയുകയാണ്. ഇവിടെ ആരൊക്കെ വന്നു? ഒരു മഹാത്മാവിന് ഒരു വലിയ കഥ, വലിയൊരു ധർമ്മത്തെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെ ആവിർഭവനം ഒരു തപസ്സിന്റെ ഫലമാണത്. ബ്രഹ്മാവ് വന്നു, നാരദർ വന്നു, സരസ്വതി ഉള്ളിൽ നാവിൽ വന്നു അത്രേ. നാവില് സരസ്വതി വന്നു അത്രേ. ഉപാസനയാണത്.
അല്ലേ? എന്താ സന്ധ്യാവന്ദനത്തില് ഓരോ കാലത്തിൽ ഓരോ മൂർത്തിയായിട്ടാണ്. ഗായത്രി ആവാഹയാമീം, സാവിത്രി ആവാഹയാമീം, സരസ്വതി ആവാഹയാമീം. അല്ലേ? എന്ന് വെച്ചാൽ ഈ സരസ്വതി നാവില് നിൽക്കണം. സ്വാമിയുടെ അടുത്ത് കനകമ്മ ഒരു സ്റ്റോറി പറഞ്ഞു അത്രേ. ശ്രീലങ്കയിൽ നിന്ന് ഒരു രാജാവ്, ആ രാജാവിനൊരു ഊമപുത്രി. ചിദംബര ക്ഷേത്രത്തില് ആ ഊമപുത്രിയുമായിട്ട് ചിദംബര ക്ഷേത്രത്തിൽ വന്നു. ആ ചിദംബര ക്ഷേത്രത്തിൽ വലിയ വാഗ്വാദം. ജൈനമതക്കാരോ ബുദ്ധമതക്കാരോ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സംവാദം. അവര് വേദത്തിനെ അക്സെപ്റ്റ് ചെയ്യയില്ല. ആ സംവാദത്തിൽ നമുക്ക് പ്രമാണം വേണം. വേദം പ്രമാണമാക്കിയാണ്, അല്ലെ, ആചാര്യസ്വാമികൾ കൂടെയും വേദത്തെയും ഉപനിഷത്തിനെയൊക്കെ പ്രമാണമാക്കിയാണ് തർക്കം ചെയ്തിരിക്കുന്നത് എന്നല്ലാതെ സ്വന്തം വാക്കല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രമാണത്തെ ബേസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ അടുത്ത് എന്ത് പ്രമാണമാ പറയേണ്ടത്? അവസാനം അവരെല്ലാവരും പറഞ്ഞു, ഇവിടെ മാണിക്യവാചകർ അടുത്തുണ്ട്, മാണിക്യവാചകരെ ഒന്ന് വിളിക്കാം. മാണിക്യവാചകരെ അങ്ങോട്ട് വിളിച്ചു. ഒരുപാട് തർക്കം നടന്നു. അവർക്ക് ഒന്നും പറഞ്ഞാലും മനസ്സിലാവണില്ല. അവർ പറയണതിനെ പിടിച്ച് തലയിൽ വെച്ചുകൊണ്ടേയിരിക്കണു. അതേ സമയത്ത് മാണിക്യവാചകർ പറഞ്ഞു, ആ വന്ന ആൾക്കാരുടെ ഉള്ളിൽ നിന്നും ആ നാവിൽ നിന്നും സരസ്വതി അങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞത്രയാ. സരസ്വതി ഇങ്ങ കീഴെ ഇറങ്ങ് ഇവിടെയും. സരസ്വതി താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞു അത്രേ. ഈ ഊമയായിരിക്കണ കുട്ടിയുടെ ഉള്ളില് അന്തർഭവിച്ചിട്ട് പറയാൻ പറഞ്ഞു. ഈ ഊമ അങ്ങോട്ട് പറയാണ്. ഇങ്ങനൊരു സന്ദർഭം. ഇതൊക്കെ ആർക്കൊക്കെ ഈ കാലത്ത് വിശ്വസിക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. ഇതൊരു സന്ദർഭം പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ നാവിലുള്ള സരസ്വതി അങ്ങോട്ട് ഇറക്കുക, ഇല്ലേ? അത് ആർക്കും പറ്റും? ഉപാസകർക്ക് പറ്റുള്ളൂ. ആ ഉപാസനയാണ് സന്ധ്യാവന്ദനമൊക്കെ. അപ്പോൾ സരസ്വതി ഉള്ളില് പ്രകാശിച്ചത് എന്തുകൊണ്ടാ? ആ തപസ്സിന്റെ ഫലമായിട്ടാണ്. ആ തപസ്സിന്റെ ഫലമാണ് രാമായണം. അതുകൊണ്ട് ആ രാമന്റെ ചരിതം നീ അങ്ങോട്ട് എഴുതൂ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹത്തോടു കൂടി ബ്രഹ്മാവ് അവിടെ നിൽക്കണു. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.